റെഡ് ഓൺ ഡിമാൻഡിലേക്ക് പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും വഴി നടക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ അതിക്രമങ്ങൾ പെരുകി വരുന്ന ഈ സാഹചര്യത്തിൽ റെഡ് ഓൺ ഡിമാൻഡ് നിങ്ങൾക്ക് മുന്നിൽ ഒരു വിഷയം ചർച്ചയ്ക്ക് വെക്കുകയാണ്. നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കാവുമല്ലോ തിരുനെല്ലിക്കാവിലെ പിഞ്ചു കുഞ്ഞിനെ പിച്ചു ചീന്തിയ കാപാലികനെതിരെയുള്ള കോടതിയുടെ സത്യസന്ധമായ വിധി. നാളെയാണ് ആ വിധിയുടെ ദിനം. സോ നിങ്ങൾക്കെല്ലാവർക്കും നാട്ടുകാർക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടേ? തല്ലി അങ്ങോട്ട് കൊല്ലണം. നാടിനെ നശിപ്പിക്കാൻ ഉണ്ടാക്കിയ ഓരോ ജന്മങ്ങൾ. എന്തിനാ നാട്ടുകാരി പോലീസുകാർ തന്നെ പരിപാടിയുടെ കോടതിയിൽ എത്തിക്കണം? ഇത് 4ാമത്തെ പ്രാവശ്യമാണ് ഞാനിവിടെ വരണത്. അവൻ എവിടെ പോയാലും പൊക്കും ഞങ്ങള്. താനൊരു അധ്യാപകനല്ലേടോ, എന്നിട്ടും എങ്ങനെയുണ്ടായി തനിക്ക് ഇങ്ങനെ ഒരു ജന്മം? 10 വയസ്സായ പെൺകുട്ടിയെ പിച്ച് ചിന്തിയ ആളിറങ്ങാണ്ട് വണ്ടി എടുത്ത് പ്ലീസ്. ചേട്ടത് സൂക്ഷിച്ചു വേഗം ഇറങ്ങാൻ ചേച്ചി. അപ്പോട്ടെ, റൈറ്റ്. അതെ, ഇന്നത്തോടെ അവസാനിപ്പിച്ചേക്കണ ഇവിടുത്തെ കിടപ്പം പൊറുതിയേക്കേട്ടാ. എന്റെ ഏത് കാലക്കേട് നേരത്താണാവോ ഞാൻ ഈ വീട് നിങ്ങൾക്ക് വാടകയ്ക്കുന്നത്. ഇപ്പൊ നാട്ടുകാർ മുഴുവൻ എന്റെ മക്കട്ടാ. ഞാനെന്തിനാ വെറുതെ പുലിവാല് പിടിക്കണേ? നമ്മുടെ ഏട്ടനെ തൂക്കി കൊല്ലോ അമ്മേ. കൊല്ലണം, എല്ലാവരും കൂടെ കൊല്ലണം. തനിക്കെന്താ വേണ്ടേ? വീട് ഒഴിവാക്കി തരണോ? തരാണോ? എല്ലാം ഒഴിവാക്കി തരണോ? ഇപ്പൊ വേണോ? പറയണോ? ഇത്രയൊക്കെ കല്ലറിയാൻ മാത്രം ഞാൻ എന്ത് തെറ്റാണോ ചെയ്തത്? ഇങ്ങനൊരു മകനെ ചാപ്പ് കൊടുത്തത്, അത് അവനെ വളർത്തി വലുതാക്കി പഠിപ്പിച്ചതോ? അവൻ ചെയ്ത തെറ്റിന് ഞാനും എന്റെ മകളും ഭാര്യ എന്ത് പഠിച്ചു? നമുക്ക് ഈ നാടോട്ട് എങ്ങോട്ടെങ്കിലും പോവാച്ച. ഹലോ, ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു റെഡ് ഓൺ ഡിമാൻഡ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്നത്തെ റെഡ് ഓൺ ഡിമാൻഡ് നിങ്ങൾക്ക് മുന്നിലെത്തിയപ്പോൾ അത്ര കണ്ട് പ്രസരിപ്പില്ലാത്തൊരു ദിനമാണ് എനിക്ക് എന്ന് തോന്നുന്നു. മറ്റൊന്നുമല്ല, കുറച്ച് ദിവസങ്ങളായി റെഡ് ഓൺ ഡിമാൻഡിലെ ചർച്ചാ വിഷയം തിരുനെല്ലിക്കാവിലെ പീഡന കേസായിരുന്നല്ലോ. രോഷാകുലരായി ജനങ്ങൾ പ്രതികരിച്ചു. ഇന്നെനിക്ക് നിങ്ങളോട് അറിയിക്കാനുള്ളത് ദുഃഖകരമായ ഒരു വിഷയമാണ്. മറ്റൊന്നുമല്ല, മകന്റെ വിധി കേൾക്കാൻ കാത്തു നിൽക്കാതെ ആ കുടുംബം യാത്രയായി. ജീവിതം സമ്മാനിച്ച വിധിയെ ചെറുത്തു നിൽക്കാൻ കെൽപ്പില്ലാത്ത ആ പാവം അച്ഛനും അമ്മയും മറ്റൊരു ലോകത്തിന്റെ മേച്ചിൽപ്പുറങ്ങൾ തേടി യാത്രയായപ്പോൾ അവരുടെ ഉള്ളിൽ ഇനിയൊരു മകന്റെ പിറവിക്കായുള്ള കാത്തിരിപ്പുണ്ടായിരുന്നു. എന്തായാലും ഇത്രയും നേരം റെഡ് ഓൺ ഡിമാൻഡ് കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.